ഹായ്, ഞങ്ങളൊരു വേളാങ്കണ്ണി ട്രിപ്പ് പോവുകയാണ്. ഇത് കൊച്ചി ടു വേളാങ്കണ്ണി റൂട്ടാണ്. ഞങ്ങൾ വേളാങ്കണ്ണി റൂട്ടും കാര്യങ്ങളൊക്കെ ഹോട്ടൽസ് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൂടെ കെച്ചു ഉണ്ട്. കെച്ചുവിൻ്റെ ഒപ്പമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കെച്ചിന് മുട്ട അടിക്കാൻ പോവാണോ? അവിടെയാണ് മുട്ട അടിക്കുന്നത്. കെച്ചിന് മുട്ട അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കെച്ച് സുന്ദരിയല്ലേ? മൊത്തം മുട്ട അടിക്കും. അടിക്കണ്ടേ? മുട്ട അടിക്കണ്ട. വേളാങ്കണ്ണി പള്ളി പള്ളി ചെന്നിട്ട് കാണാം അല്ലേ? ഓക്കെ, ബൈ പറ. കമ്മിങ് ബാക്ക്. നമ്മളങ്ങനെ റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ ഫുൾ ബ്ലോക്കായിരുന്നു. കറക്റ്റ് വഴിയൊന്നും ഞങ്ങൾക്ക് കുറേ മനസ്സിലാകാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു റൂട്ടിൽ കയറി കുറേ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് ബ്ലോക്കാണെന്ന് മനസ്സിലായി. പിന്നെ തിരിച്ച് വന്ന് പളനി അങ്ങനെ എന്തോ റൂട്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ വന്നത്. സ്ട്രെയിറ്റ് വേളാങ്കണ്ണിയിലേക്ക് പോകാനുള്ള റൂട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. മുട്ട അടിച്ചാൽ മതിയോ? ഓക്കെ, മുട്ട അടിക്കാട്ടോ. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഞങ്ങള് വേളാങ്കണ്ണി പള്ളി പോവാ. എന്തിനാ പോന്നേ? നമ്മള് കെച്ചിന് തല മുട്ട അടിക്കാൻ പോവാ. കൊറേ നാളായിട്ട് മമ്മിയുടെ ആഗ്രഹമായിരുന്നു കെച്ചുവിന്റെ തല ഒന്ന് കുഞ്ഞായിരുന്നപ്പോ മുട്ട അടിക്കണമെന്ന്. അങ്ങനെ കെച്ചുവിന് 2.5 വയസ്സായപ്പം ഞങ്ങള് മുട്ട അടിക്കാൻ കൊണ്ടുപോവാ. എവിടെ? വേളാങ്കണ്ണി പള്ളി മാതാവിന്റെ അടുത്ത്. ഓക്കേ, ലെറ്റ്സ് സീ. നമുക്ക് നോക്കാം കെച്ചുവിന്റെ തല മുട്ടയടിച്ച് കഴിയുമ്പോ എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, യാത്രാവിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തു. ക്ഷീണമായി, വണ്ടി കുറച്ച് സമയം നിർത്തി. പിന്നെ യാത്ര തുടർന്നു. ഉച്ചയ്ക്ക് ദിണ്ടിഗൽ ബിരിയാണി കഴിക്കാൻ തലപ്പാക്കട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുക. അപ്പാണ് വിൻഡ് ടർബൈൻസ്. അങ്ങനെ അതിനെക്കുറിച്ച് വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. അതെന്താ കാറ്റാടി? എന്തിനാ വെച്ചോ? എന്തിനാ? അത് വേണമെന്ന് പറയാൻ പറ്റില്ല. അത് വലിയ കാറ്റാടിയാ. എന്തിനാ? കാറ്റ് വെച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നയാ. ഏതാടാ? തെങ്ങിൻ തോട്ടം, തെങ്ങിൻ തോപ്പ്. തൊപ്പല്ല, തോപ്പ്. സൂപ്പറാണോ? കെച്ച് ഫോട്ടോ എടുക്ക, കെച്ച് വീഡിയോ എടുക്ക. എടുത്തോ, സൂപ്പറല്ലേ? എടുക്കട്ടെ. എന്തോരം കാറ്റാടിയാ? 1 2 3 4 5 6 7 10 8 9 10 അല്ല. 1 2 3 4 5 6 7 10. 7 കഴിഞ്ഞ 10 ആണോ വെച്ചു? 7 കഴിഞ്ഞ 8 9 10. 1 3 4 5 6 7 10 1 2. ഫുൾ റോഡിൻ്റെ പണി നടക്കുകയാണ്. പക്ഷെ നല്ല റോഡുകളും ഉണ്ട്, നല്ല അടിപൊളി റോഡുകളും ഉണ്ട്.
അത് കഴിഞ്ഞ് ഞങ്ങൾ വിശന്നപ്പം ഫുഡ് കഴിക്കാൻ തലപ്പാക്കട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി തലപ്പാക്കട്ടിയിലെത്തി. ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. അയ്യോ, ടോക്കണൊക്കെ എടുത്ത് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് ആണ് കഴിച്ചത്. അപ്പോഴത്തേക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. ഫൈനലി ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അതിൻ്റെ സന്തോഷമാണ് ചേട്ടൻ്റെ മുഖത്ത് കാണുന്നത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. കെച്ചുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പൈസി ആയിരുന്നു, എന്നാലും കെച്ചു ഒത്തിരി കഴിച്ചു. അവൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ ഇടികൂടി ബിരിയാണിയൊക്കെ കഴിച്ച് ഗൈസ് അങ്ങനെ ഞങ്ങൾ തലപ്പാക്കട്ട് ചെയ്ത് പോവുകയാണ് ഗൈസ്. തലപ്പാക്കട്ടിയിലെ ഭക്ഷണം അതിസാഹസികമായി ഞങ്ങൾ കഴിച്ചിരിക്കുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെത്തി. ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് പുറത്ത് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഹോട്ടലിന് പുറത്തും അകത്തും വലിയ കുഴപ്പമില്ല. നല്ലൊരു റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇത് നൈറ്റ് വ്യൂ ആണ്. ഇനിയിപ്പം രാവിലെ ഇതിൻ്റെ ബാക്കി കാണിച്ചു തരാം. അവിടെ ചെന്നപ്പോഴത്തേക്ക് കെച്ചു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വെച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അതെന്താണെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. റൂം പോയി ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തു. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. റൂം നല്ല അടിപൊളി റൂമായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അവിടെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ബെസ്റ്റ് ഒരു ഹോട്ടൽ റൂമായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ ഹോട്ടൽ വ്യൂ മൊത്തം കാണിച്ചു തരാം കേട്ടോ. കുടിക്കാൻ വെള്ളം, ഫ്രിഡ്ജ്, കെറ്റില് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റൂംസൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിരുന്നു. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. നമുക്ക് കൊച്ചിനെയും കൊണ്ടൊക്കെ പോയി കഴിയുമ്പോൾ നിൽക്കാനൊക്കെ ഇച്ചിരി കൺജസ്റ്റഡ് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കെച്ചുവിനെ എക്സൈറ്റഡ് ആക്കിയ ഒരു സംഭവം. അതാണ് സ്വിമ്മിംഗ് പൂളായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്ക് കാണാവേ. താഴോട്ട് നോക്കടി ചേച്ചു, താഴോട്ട് നോക്ക. എടി ഇവിടെ നോക്കടി, സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂള്. ആഹാ, നമുക്ക് കുളിക്കണ്ടേ? ഇതാണ് വാഷിംഗ് ഏരിയ. എനിക്ക് വാഷിംഗ് ഏരിയ അത്ര കംഫർട്ടല്ലായിരുന്നു. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ വെച്ച് നോക്കുമ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. എന്നിരുന്നാലും റൂംസ്, വാഷിംഗ് ഏരിയ അതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കംഫർട്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു. പിന്നെ ഇതാണ് മൊത്തം റൂമിൻ്റെ വ്യൂ. TV ഉണ്ടായിരുന്നു, പറഞ്ഞ പോലെ കെറ്റിൽ, വെള്ളം, സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ കിച്ചൻ്റെ കളികളൊക്കെ തുടങ്ങി.
അങ്ങനെ കിച്ചൻ്റെ കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. ബാക്കി അടുത്ത വ്ളോഗിൽ കാണാം.